ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രിഗണോമെട്രിയിൽ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് ട്രിഗണോമെട്രിയിലെ തന്നെ +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രിയിലെ തന്നെ വേറൊരു പ്രോബ്ലമാണ്. അതിനകത്ത് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇക്വേഷൻ പരിചയപ്പെടാം. tan a - b എന്ന് പറയുന്ന ഇക്വേഷനാണ്. ശ്രദ്ധിക്കുക, ടാനിനകത്ത് a - b ആണ്, ഇതിനകത്ത് a + bയും വരുന്നുണ്ട്, ഇത് -b വരുന്നതാണ്. ആ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ tan a - tan b / 1 + tan a tan b, tan a × tan b എന്നാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇതാണ് ഈ ഇക്വേഷൻ്റെ എന്താ പറയുന്നത് ആ രൂപം എന്ന് പറയുന്നത്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ആ ഇക്വേഷൻ അവിടെ മാറും, ഇവിടെ മൈനസ് ആണെങ്കിൽ മാത്രമേ ഇക്വേഷൻ ഇങ്ങനെ ഉപയോഗിക്കാവൂ. ഓക്കെ, ഇതനുസരിച്ച് നമ്മൾക്കൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം tan 15 എന്ന് പറയുന്നൊരു പ്രോബ്ലമാണ്. ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഇവാലുവേറ്റ് tan 15 അല്ലെങ്കിൽ എന്തുവാ ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 15. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം tan 15 എഴുതണം. tan 15 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 45 - 30, 45 ന് 30 കുറച്ചാൽ 15 ആണ് കിട്ടുന്നത്. എന്താ കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അതങ്ങനെ എഴുതുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇക്വേഷനെ ഇത് എയും ബിയും കണക്കാക്കി നമ്മൾ ആ ഇക്വേഷൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. tan a - b എന്ന് പറയുന്നത് tan a - tan b / 1+. അതേപോലെ tan a അതനുസരിച്ച് tan a എഴുതുന്ന tan a എന്ന് പറഞ്ഞാൽ tan 45 മൈനസ് കൊടുത്ത ശേഷം നമ്മൾ പിന്നെ tan b എഴുതണം. tan b എന്ന് പറയുന്നത് എന്താണ്, tan 30 ആണ്, / 1 + tan a tan b എന്നുള്ളതാണ് നമ്മുടെ ആ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നത്. 1 + tan a tan b. അപ്പോൾ tan a tan b എന്ന് പറഞ്ഞാൽ എയും ബിയും കണക്കാക്കി ഇവിടെ കൊടുക്കുക. 1 + tan a tan 45 ഇൻറ്റു കുത്തിരത്തേ ഉള്ളൂ, ഡോട്ടിടത്തേ ഉള്ളൂ, തൊട്ട് ചിലപ്പോൾ ഇൻറ്റു തരണമെന്നില്ല. അപ്പോൾ എവിടെ ഈ ഡോട്ട് കണ്ടാൽ അത് ഇൻറ്റു എന്ന് മനസ്സിലാക്കുക. അതേപോലെ എന്താ tan b എന്ന് പറഞ്ഞാൽ എന്താ അവിടെ എഴുതി, ആ വാല്യൂ എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ ആ വാല്യൂ കൊടുക്കണം. tan 45 1 ആണ്, മൈനസ് tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. അതുപോലെ തന്നെ / 1 + tan 45 എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. അതുപോലെ tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി ബാക്കി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ്ട് ഈ വാല്യൂ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു, ആ വാല്യൂ ഇങ്ങനെ എഴുതി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. ഇപ്പോൾ √3 ഇങ്ങോട്ട് കയറി വരും. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ ആദ്യം മണ്ടയിലത്തെ ആ വാല്യൂ അതുപോലെ തന്നെ എഴുതി. അതുപോലെ തന്നെ എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്തു, താഴത്തേനെ 1 + 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, / √3 എഴുതി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. √3 × 1, അതായത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. √3 × 1 എന്ന് പറഞ്ഞ് എഴുതി. അതാണ് √3 × 1 എന്ന് പറഞ്ഞാൽ √3 - 1 അതേപടി എഴുതി, / ആ √3 അവിടെ താഴെ കൊടുത്തു. എന്നിട്ട് ഈ മെയിൻ ഡിവിഷൻ ആയിട്ടുള്ള ഇത് ദ ഹോൾ / എന്ന് പറഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ √3 ഇവിടെ എഴുതി, പ്ലസ് എടുത്തു, 1 എഴുതി, അതുപോലെ √3 എഴുതി. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രീവിയസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങളത് പഠിക്കുക. എന്നിട്ട് ഈ √3 ക്യാൻസൽ ചെയ്തു, ബാക്കി വരുന്നതാണ് ഇത് √3 - √1 / √3 + 1 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന വാല്യൂ ഇതിനകത്ത് ഈ കോഞ്ചുഗേറ്റ് എടുക്കണം. ഇങ്ങനെ റൂട്ട് എവിടെ വന്നാലും അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കണം. കോഞ്ചുഗേറ്റ് എടുത്ത് പറഞ്ഞാൽ പ്ലസ് ഉള്ളതാണെങ്കിൽ മൈനസ് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഉള്ളതാണെങ്കിൽ പ്ലസ് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ എടുത്തെഴുതി √3 ഇൻറ്റു ഇനി ബ്രാക്കറ്റ് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക, √3 - 1. അതുപോലെ തന്നെ ഈ വാല്യൂ അതേപടി, ഇത് താഴെ അതേപടി തന്നെ എഴുതുക. എന്നിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്ത് വേണം എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം ഇത് ഇത് കണ്ടോ, ഇത് ഒരേ ടേമാണ് കിടക്കുന്നത്, √3 - 1 √3 - 1. അതിന് സ്ക്വയർ റൂട്ട് തെറ്റി 2 തവണ ഒരുപോലെ ആവർത്തിച്ച് വന്നാൽ നമ്മൾ അതിന് സ്ക്വയർ എടുത്ത് എഴുതുക, / പിന്നെ ഇതെന്താ a + b × a - b ആണ്. അത് a² - b² എന്ന് പറഞ്ഞ് സ്ക്വയർ റൂട്ട് തെറ്റി a + b × a - b. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ ശേഷം ഇതിനെ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഇത് a - b ² ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് a² - 2ab + b² ആണ്. അതൊക്കെ നോക്കുക, അതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതുപോലെ ഈ സ്ക്വയറും റൂട്ടും എന്തും വെട്ടിപ്പോവും. അതാണ് 3 എഴുതിയിരിക്കുന്നത്. -1 × സ്ക്വയർ 1 ആണ്. അതിനുശേഷം നമ്മൾ ഇതിനെ അങ്ങ് സോൾവ് ചെയ്യും. ഇവിടുത്തെ റൂട്ട് സ്ക്വയറും വെട്ടും, 3 എന്ന് എഴുതും. -2 × √3 2√3 ആണ്. പിന്നെ അത് 1 എന്ന് പറഞ്ഞാൽ അത് ഈ വാല്യൂ തന്നെയാണ്. +1 ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, / 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ 2 എടുത്ത് ഇവിടെ അവിടെ എടുത്തെഴുതി. കണ്ടേ 3ഉം 1ഉം കൂടെ ആഡ് ചെയ്തു, 4 ആണ്. പിന്നെ -2√3 എന്ന് പറഞ്ഞെഴുതി. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ / 2 എന്ന് പറഞ്ഞെടുത്ത് ഈ കുറയ്ക്കുന്ന വാല്യൂ ഇവിടെ എടുത്ത് കൊടുത്തു. അതിനുശേഷം ഈ 2 ഒഴിച്ച് 4നെയും 2നെയും ഒരുപോലെ അങ്ങ് വെട്ടുമ്പോൾ പിന്നെ ഇവിടെ കിട്ടുന്നത് 2 ആണ്. -2 പിന്നെ പോയി, പിന്നെ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് √3 ആണ്.